ക്വസ്റ്റ്യനിൽ ലൂപ്പ് ഏതെടുക്കണം എന്ന് അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്ലൈ കിർച്ചോഫ്സ് റൂൾ ടു ദ ലൂപ്പ് എ സി ബി പി എ. അപ്പം ഏതാണ് എ സി ബി പി എ? എ ഇതാണ്, സി ഇതാണ്. അപ്പം ലൂപ്പ് എങ്ങനെ വരും? ലൂപ്പ് ഇങ്ങനെ വരും, എ സി ബി പി എ. ഓക്കെ, ഈ ലൂപ്പാണ് നമുക്ക് എടുക്കേണ്ടത്. അവിടെ കിർച്ചോഫ്സ് ലൂപ്പ് റൂളും ജംഗ്ഷൻ റൂളും അപ്ലൈ ചെയ്യാം. നമുക്ക് ആദ്യം ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യാം. ജംഗ്ഷൻ റൂൾ നമുക്ക് എ എന്ന് പറയുന്ന പോയിന്റിൽ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ലൂപ്പ് റൂളിലോട്ട് പോകാം. അപ്പം എ എന്ന് പറയുന്ന പോയിന്റിൽ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? എ എന്ന് പറയുന്ന പോയിന്റിൽ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്താൽ എ എന്ന് പറയുന്ന പോയിന്റിൽ ഏതൊക്കെ കറണ്ട് എൻ്റർ ചെയ്യുന്നുണ്ട്? എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഏതൊക്കെ കറണ്ട് എൻ്റർ ചെയ്യുന്നുണ്ട്? I1 എൻ്റർ ചെയ്യുന്നുണ്ട്, I2 എൻ്റർ ചെയ്യുന്നുണ്ട്. ഏത് കറണ്ടാണ് ലീവ് ചെയ്യുന്നത്? I3 എന്ന് പറയുന്ന കറണ്ടാണ് ലീവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജംഗ്ഷൻ റൂൾ അനുസരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? എ എന്ന് പറയുന്ന ജംഗ്ഷനിൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? I3 is equal to I1 plus I2. I3 is equal to I1 plus I2 എന്ന് എഴുതാം. So inside APBQ, so there are two resistors given, but there's no resistor. Sound clear ആയല്ലോ? So inside APBQ, so two resistors 0.5 and 1 ohm are given, but there's no resistance. Yes, that I will explain, because here a resistance of 0.5 ohm is shown. This resistance is the internal resistance of the cell E1, and here also a 1 ohm is shown. It means this cell has an internal resistance of 1 ohm. അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ പ്രോപ്പർട്ടി അത് തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻ മറ്റുള്ള ക്വസ്റ്റ്യനിൽ നിന്നും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് അത് തന്നെയാണ്. ഇവിടെ ഇന്റേണൽ റെസിസ്റ്റൻസ്, സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പം ലൂപ്പ് എടുക്കുമ്പോൾ നമുക്ക് ആ റെസിസ്റ്റൻസ് കൂടെ കൺസിഡർ ചെയ്ത് വേണം കിർച്ചോഫ്സ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത് തന്നെ. ഓക്കെ, നമുക്കത് ലൂപ്പ് എടുക്കുമ്പോൾ അത് പറയാം. അപ്പം ഫസ്റ്റ് നമുക്ക് കിർച്ചോഫ്സ് ജംഗ്ഷൻ റൂൾ പോയിന്റ് എയിൽ അപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് I3 is equal to I1 plus I2 എന്ന് എഴുതാം. ഇനി നമുക്ക് ലൂപ്പ് എടുക്കാം. ഏത് ലൂപ്പ് എടുക്കാം? ACBPA എന്ന് പറയുന്ന ലൂപ്പ് എടുക്കാം. ACBPA. ഓക്കെ, ACBPA എങ്ങനെയാണ്? ACBPA ഈ ലൂപ്പ് എടുക്കാം. അപ്പോൾ ഈ ലൂപ്പിന്റെ ഡയറക്ഷൻ ഞാൻ ഈ ഡയറക്ഷനാണ് വരച്ചേക്കുന്നത്. അവിടെ നമുക്ക് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നേരത്തെ പറഞ്ഞ രീതിയിൽ ഇവിടെ ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് ഇതിന് സീരീസ് ആയിട്ടായിരിക്കും വരയ്ക്കുക, അല്ലേ? ഇതിന് സീരീസ് ആയിട്ടായിരിക്കും ഇന്റേണൽ റെസിസ്റ്റൻസ് വരയ്ക്കുക. അപ്പം ആ ഇന്റേണൽ റെസിസ്റ്റൻസും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമുക്ക് ലൂപ്പ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഫസ്റ്റ് സിയിൽ എത്തിച്ചേർന്നു. അപ്പം സിയിലൂടെ ഒഴുകുന്ന കറണ്ട് I3 ആണ്, അതിൻ്റെ റെസിസ്റ്റൻസ് 12 ohm ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 12I3 എന്ന് എഴുതാം. 12I3. ഓക്കെ, ഈസ് ദിസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്? നെഗറ്റീവ്. കേട്ടില്ല? നെഗറ്റീവ്. It is negative quantity because loop direction is same as that of the direction of current. It is a negative quantity. Okay, അത് ലൂപ്പ് വന്നു, ബിയിൽ എത്തിച്ചേർന്നു. അതിനുശേഷം അത് E1ലേക്ക് എത്തിച്ചേർന്നു. ഓക്കെ, E1ൽ നമുക്ക് എന്ത് കൂടെ കൺസിഡർ ചെയ്യണം? E1ൽ അതിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പം ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് I1 ആണ്, അല്ലേ? I1 കറണ്ട് ആണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടേം എങ്ങനെ എഴുതാം? ഇന്റേണൽ റെസിസ്റ്റൻസ് എത്രയാണ്? 0.5 ഇൻറ്റു I1 എന്ന് എഴുതാം. ഓക്കെ, അതിൻ്റെ പൊളാരിറ്റി എന്തായിരിക്കും? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? Negative. ഇറ്റ് ഈസ് ഓൾസോ നെഗറ്റീവ്, കാരണം കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലാണ് നമ്മൾ ലൂപ്പ് ഡയറക്ഷൻ എടുത്തേക്കുന്നത്, അതും മൈനസ് ആണ്. ഇനി സെല്ലിൻ്റെ EMF കൺസിഡർ ചെയ്യണം. സെല്ലിൻ്റെ EMF കൺസിഡർ ചെയ്യുന്നത് 6 ആണ് സെല്ലിൻ്റെ EMF.
സെല്ലിന്റെ EMF പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ലൂപ്പ് ലീവ് ചെയ്യുന്നത് പോസിറ്റീവ് ടെർമിനൽ നിന്നാണ്, അതുകൊണ്ട് ഇത് പോസിറ്റീവ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പം ആ ലൂപ്പ് കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. That is equation number 2. ഓക്കെ, അടുത്തത് നമുക്ക് ക്രിച്ചോസ് ലൂപ്പ് റൂൾ ഏത് ലൂപ്പിൽ അപ്ലൈ ചെയ്യണം? ACBQA എന്ന് പറയുന്ന ലൂപ്പിൽ അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ACBQA ഏതാണെന്ന് നോക്കട്ടെ. ACBQA ഇതാണ് അടുത്ത ലൂപ്പ്. ഈ ലൂപ്പിൽ അപ്ലൈ ചെയ്യാനാണ് അവർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ലൂപ്പിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ക്രിച്ചോസ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? ഇക്വേഷൻസ് എങ്ങനെ എഴുതാം നന്ദന? നന്ദന ഉണ്ടോ? നെറ്റ്വർക്കിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നല്ലോ. റേച്ചൽ? Sir, -12. Okay, -12. Okay. -12 by 3. I3. Okay. -12 by 3 plus 10. Okay. നീ ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടെ കൺസിഡർ ചെയ്യൂ. ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ടല്ലോ, 1 ohm. ആ 1 ohm ഇന്റേണൽ റെസിസ്റ്റൻസ് നമ്മൾ സീരീസ് ആയിട്ടല്ലേ വരയ്ക്കുക, സെല്ലിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ വരയ്ക്കും. ഓക്കെ, അപ്പം ആ ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? ഇന്റേണൽ റെസിസ്റ്റൻസ് എത്രയാണ്? +1. ഇന്റേണൽ റെസിസ്റ്റൻസ് 1. ഓക്കെ, അതിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാ? ഈ ബ്രാഞ്ചിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാ? ഈ ബ്രാഞ്ചിലൂടെ ഒഴുകുന്ന കറണ്ട് സർ I3 അല്ലേ? I3 ഇതാണ് I3. അത് ഈ ബ്രാഞ്ചിലൂടെ ആണ്. I3 ഈ ബിയിൽ എത്തി കഴിയുമ്പോൾ സ്പ്ലിറ്റ് ആവുന്നുണ്ട്, I1 ഉം I2 ആയിട്ടും. ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ അതേണ്ടേ. ഓക്കെ സർ, അപ്പോൾ 1 I2. യെസ്, 1 I2. ഓക്കെ, ഈസ് ദിസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്? Sir, negative. It is negative. It is negative because the current direction is same as that of the loop direction. Current direction is same as that of the loop direction, so it is negative. That is equal to 0. Correct. Okay, Anuinte answer correct. Okay. Okay, that is equal to 0. ഇപ്പോൾ 3 ഇക്വേഷൻസ് ആയി. ഇവിടെ 3 അൺനോൺസ് ആണ്, I1, I2, I3. 3 അൺനോൺസ് ആണ്, 3 ഇക്വേഷൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ മതി. മൂന്ന് ഇക്വേഷൻസ് ഇതാണ്. അപ്പോൾ ഇവിടെ I3 കോമൺ ആണ്. അപ്പം പിന്നുള്ളത് I1 ഉം I2 ആണ്. അപ്പോൾ I1 ഉം I2 കൂടെ സമ്മപ്പ് ആണ് ചെയ്യേണ്ടത്. I1 ഉം I2 കൂടെ സമ്മപ്പ് ചെയ്യണം. അതുകൊണ്ട് അതിൻ്റെ മൾട്ടിപ്ലൈങ് ഫാക്ടർ സെയിം ആക്കുക. ഇതിൻ്റെ 1 ആണ്, ഇതിൻ്റെ 0.5 ആണ്.
അപ്പോൾ 0.5നെ 1 ആക്കണം. അതുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇക്വേഷൻ നമ്പർ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് ഇക്വേഷൻ നമ്പർ 2ഉം ഇക്വേഷൻ നമ്പർ 3യും കൂടെ ആഡ് ചെയ്യുക. നമുക്ക് i3യുടെ വാല്യൂ കിട്ടും. i3യുടെ വാല്യൂ എത്ര കിട്ടിയെന്ന് നോക്കിക്കേ. Sir, I2 is 8. i2 Is 8. i2, what is the value of i2? 8. The sound is not clear. Can you repeat? Sir, I2 is 8. i2 is 8. I think it is a wrong. So after multiplying equation 2 with 2, we can add both the equation. Add that equation with equation number 3. Then we will get this. Sir, I2 is 2. It is also wrong, because here if we take i1 plus i2 as form, i1 plus i2, we can replace i1 plus i2 with i3, because according to equation number 1, i3 is equal to i1 plus i2. Substitute that value. Sir, I was solving the equation on the right hand side. The answer i3 is 22 by 37. 22 by 37. i2 is also a different answer. Any others get the answer? Laura, what is your answer? Sir, എനിക്ക് 22 by 37 ആംപിയർ എന്നുള്ളതാ കിട്ടി. 22 by 37. i2. What is i2 എത്ര കിട്ടി? Sir, I2 വരുമ്പോൾ 10 minus 12 into 22 by 37 അല്ലേ? എത്ര കിട്ടുമെന്ന് നോക്കിയേ.
So I2 is 2.87. 2.87. 87. Yeah, that may be right. Yes, 2.87 is the right answer. So can we leave the current values as fraction? No need. You can write as 2.85. No problem. Okay. I3 is 22 by 37. I2 is 106 by 37 ampere, and I1 will get as minus 84 by 37 ampere. It means the direction of current I1 shown in the figure is wrong. Okay. Okay, we can move to next question. 2018 ചോദിച്ച question ആണ്. Write down this question. So current is 5. Yes. Current value is 5. Yes, the answer is 5. Right. Okay. Another question. A 10-volt cell of negligible internal resistance is connected in parallel across a battery of EMF 200 volts and internal resistance 38 ohm as shown in the figure. Find the value of current in the circuit. ഇപ്പോൾ കറണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം ഇത് ഓംസ് ലോയുടെ വെച്ച് നമുക്ക് ചെയ്യാം. ഇവിടെ ഞാൻ കിർച്ചോസ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് a 10-volt cell of negligible internal resistance is connected in parallel across a battery of EMF 200 volt and internal resistance 38 ohm. അപ്പം ഇവിടെ ഒരു 12 വോൾട്ട് സെൽ ഉണ്ട്, കൂടാതെ ഒരു 200 വോൾട്ട് സെൽ ഉണ്ട്. അതിന്റെ ഇന്റർണൽ റെസിസ്റ്റൻസ് 38 ഓം ആണ്. ഇതിന്റെ ഇന്റർണൽ റെസിസ്റ്റൻസ് നെഗ്ലിജിബിൾ ആണ്, 10 വോൾട്ടിന്റെ. അപ്പം ഈ 200 വോൾട്ട് സെല്ലിന് ഒരു ഇന്റർണൽ റെസിസ്റ്റൻസ് ഉണ്ട്, ദാറ്റ് ഈസ് 38 ഓം. Find the value of current in the circuit. We have to find out the current in the circuit. ഇത് നമുക്ക് കിർച്ചോസ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാം. കിർച്ചോസ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ചില സർക്യൂട്ട്സിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കറണ്ടിന്റെ ഡയറക്ഷൻ തരാതെ കിർച്ചോസ് റൂൾ അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ കറണ്ടിന്റെ ഡയറക്ഷൻ നിങ്ങൾ വരയ്ക്കണം. ഓക്കെ. അപ്പം കറണ്ടിന്റെ ഡയറക്ഷൻ വരയ്ക്കുമ്പോഴത്തേക്ക് എപ്പോഴും സെല്ലിന്റെ പോസിറ്റീവിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സെല്ലിന്റെ പോസിറ്റീവിൽ നിന്നാണ് കറണ്ടിന്റെ ഡയറക്ഷൻ നമുക്ക് വരയ്ക്കാൻ ആരംഭിക്കേണ്ടത്. ചിലപ്പോൾ ചില സർക്യൂട്ടിൽ ഒന്നിലധികം സെൽസുകൾ ഉണ്ടാവും.
ഒന്നിലധികം സെൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും കൂടിയ EMF ഉള്ള സെല്ല് സെലക്ട് ചെയ്യുക. ഏറ്റവും കൂടിയ EMF ഉള്ള സെല്ല് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പോസിറ്റീവിൽ നിന്നും കറണ്ട് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് സെല്ലുണ്ട്, 10 വോൾട്ട് സെല്ലും 200 വോൾട്ട് സെല്ലും. അപ്പം നമുക്ക് കൂടിയ EMF ഉള്ള സെൽ എന്ന് പറയുന്നത് 200 വോൾട്ട് സെല്ല്. അപ്പോൾ നമുക്ക് കറണ്ട് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ പോസിറ്റീവിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. I എന്ന് പറയുന്ന കറണ്ട് നമുക്ക് ഇതിൻ്റെ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇത് ബിയിലെത്തി, ബിയിൽ നിന്നും അത് 10 വോൾട്ട് ഇവിടെ എത്തി, അത് അതിലൂടെ കയറി ഇറങ്ങി. I തന്നെയാണ്, Iക്ക് ചേഞ്ച് ഒന്നുമില്ല, ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്, ഇന്റേണൽ റെസിസ്റ്റൻസിലൂടെ കയറി ഇറങ്ങി അത് നെഗറ്റീവ് ടെർമിനൽ എത്തിച്ചേർന്നു. ഓക്കെ, അപ്പോഴാണ് സർക്യൂട്ട് കംപ്ലീറ്റ് ആയത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ബ്രാഞ്ചുകൾ വരുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒരെണ്ണം I1 ആയിട്ടും മറ്റൊന്ന് I2 ആയിട്ടും നമുക്ക് വരയ്ക്കണം. അപ്പം കറണ്ടിൻ്റെ ഡയറക്ഷൻ ഈ പിക്ചറിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വലിയ EMF ഉള്ള സെല്ല് സെലക്ട് ചെയ്യുക. ആ വലിയ EMF ഉള്ള സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്നും കറണ്ട് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾ വരയ്ക്കുക. പിന്നീട് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ വരച്ചേക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം ഫൈനൽ റിസൾട്ടിൽ അത് മൈനസ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ഇവിടെ വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല, കറണ്ട് ഡയറക്ഷൻ നമ്മൾ വരച്ചു. ഇനി ക്രിച്ചോസ് ലൂപ്പ് റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാം. ഒറ്റ ലൂപ്പേ ഉള്ളൂ ഇവിടെ, അവിടെ ക്രിച്ചോസ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം ലൂപ്പും ഇതേ ഡയറക്ഷനിൽ തന്നെ ഞാൻ അങ്ങ് എടുക്കുകയാണ്. ഇതേ ഡയറക്ഷനിൽ തന്നെ നമുക്ക് ലൂപ്പ് എടുക്കാം. കറണ്ടിൻ്റെ ഫ്ലോയുടെ അതേ ഡയറക്ഷനിൽ തന്നെ നമുക്ക് ലൂപ്പ് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഈ സെല്ലാണ്. അപ്പോൾ സെൽ 10 വോൾട്ടാണ്, സെല്ല് 10 വോൾട്ടാണ്. അതിൻ്റെ ഏത് ടെർമിനൽ നിന്നാണ് കറണ്ട് ലൂപ്പ് ലീവ് ചെയ്യുന്നത്? നെഗറ്റീവ് ടെർമിനൽ നിന്നാണ്. അതുകൊണ്ട് ഇതെന്ന് പറയുന്നത് -10 എന്നെഴുതാം. പിന്നെ വരുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഇത് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് 38 ഓം ആണ്. അതിലൂടെ ഒഴുകുന്ന കറണ്ട് I ആണ്. കറണ്ടിൻ്റെ ഡയറക്ഷൻ ലൂപ്പിൻ്റെ ഡയറക്ഷൻ സെയിം ആണ്, അതുകൊണ്ട് അതും മൈനസ് ആണ്. പിന്നെ വരുന്നത് സെല്ലാണ്. സെല്ലിൽ നിന്നും പോസിറ്റീവിൽ നിന്നാണ് ഇത് ലൂപ്പ് ലീവ് ചെയ്യുന്നതായിട്ട് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് 200 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി അത് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇത് സിമ്പിളായിട്ട് നമുക്ക് ഓംസ് ലോ അനുസരിച്ച് എഴുതാം. പക്ഷേ ഓംസ് ലോ അനുസരിച്ച് എഴുതുമ്പോൾ ചില സമയത്ത് നമുക്ക് തെറ്റ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഈ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ തെറ്റുണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതിനെ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐയുടെ വാല്യൂ കിട്ടും. I = 5 ആംപിയർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപക്ഷെ ഇതേപോലുള്ള ക്വസ്റ്റ്യനുകളൊക്കെ ആയിരിക്കും ഈ വർഷം നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത. So how is 10 negative? How is 10? A negative. Here in this equation. Yes, sir. Here we consider the loop direction is like this. Yes, sir. Loop direction is this. The first is 10 volt is coming, and from this Okay, so the current direction and the loop leaves in the negative. So okay, sir, got it. the loop direction is this. Loop direction is this direction. The loop is Current flow is also in the same direction. and here can you repeat? So current flow is also in the same direction. In the case of cell, don't take the current direction. Okay. Just consider from which terminal the loop direction. The loop is going outward. Okay, sir. In the case of resistance only, take the current direction. In the case of SL, consider from which terminal the loop is leaving. Loop is leaving Okay, the cell. Here from the negative terminal the loop is leaving, so that quantity is negative.
That's all. So in case of 38I, the current direction and the loop, the direction in which the loop leaves is the same, so it's negative. Can you repeat in the case of 38I, the current direction and the direction in which the loop loop direction? leaves, The current direction and loop direction is same. so it's negative. Yeah, so it's Okay, negative. sir. So it's negative. Okay. So can we do this question by calculating E and 200 minus 10? Yes, And then that 200 minus 10 volts, we will get 190 volts. Using Ohm's law also we resistance. can solve. Using Oh, Ohm's law also we can solve. But in that case, sometimes the cell polarity is like this, sometimes the polarity is like this. Then we have to add 200 plus 10. okay, sir. Then 210 we should take. It is best to apply Kirchhoff's loop rule in this type of circuit to avoid such type of complications. Okay. If we apply Kirchhoff's loop rule, there is no need of confusion. You can easily write the Kirchhoff's loop rule and just solve. Okay. Okay. അപ്പം ക്രിച്ചോസ് റൂൾസ് നിങ്ങൾക്ക് തറവായെന്ന് തോന്നുന്നു. കാരണം ചോദിച്ചതിനെല്ലാം നിങ്ങളെ കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറയാം. നമുക്ക് ഇനിയും അടുത്തത് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക്കിലേക്ക് പോകാം. വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ്. എന്താണ് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ്? The Wheatstone bridge is an arrangement of 4 resistors to measure accurately one of them in terms of the known values of the other 3. The Wheatstone's bridge is an arrangement of 4 resistors. It is an arrangement of 4 resistors. Which are these resistors? Here in the picture there are 4 resistors are shown. One is P, one is Q, one is R, and another is S. Wheatstone's bridge is an arrangement of 4 resistors to measure accurately one of them in terms of known values of the other 3. അപ്പം 4 റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ആ 4 റെസിസ്റ്റൻസിലെ 3 റെസിസ്റ്റൻസ് നമുക്കറിയാമെങ്കിൽ നാലാമത്തെ അൺനോൺ റെസിസ്റ്റൻസ് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് പറയുന്നത്. അപ്പം വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് ഈസ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് 4 resistors to measure accurately one of them in terms of known values of the other 3. Wheatstone's bridge consists of a network ABCD. This is A. This consists of a network ABCD. It consists of a network ABCD with 4 resistors P, Q, R, and S. And they are known as 4 arms of a bridge. This network can be considered as a bridge, and this resistance P, Q, R, and S can be considered as 4 arms of the bridge. A cell is connected between A. This is A and C. A cell is connected between A and C through a key K1. And a galvanometer. This is the galvanometer. What is the use of galvanometer? Calculate current, measure current. To detect feeble currents. Yes, it is used to detect the presence of a current or to measure a feeble current. Okay, it can be used to detect the presence of a current. Galvanometer, and a galvanometer is connected between B. This is the terminal B and this is the terminal B. A galvanometer is connected between the terminal B and D using a key K2. Key എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? കീ കേട്ടിട്ടുണ്ടോ? കഥ തുറക്കുന്ന കീ ആണോ?
It's a switch. ഇറ്റ് ഇസ് എ സ്വിച്ച്. കീ എന്ന് പറയുന്നത് സ്വിച്ച് ആണ്. നിങ്ങൾ ലാബിൽ കാണാം, ഇതാണ് കീ, ഇതാണ് കീ. ഓക്കെ, ഒരു സ്വിച്ച് ആണ്. സ്വിച്ച് നമുക്കറിയാമല്ലോ, നമ്മൾ ഒരു സ്വിച്ച് ഓൺ ആക്കുമ്പോഴാണല്ലോ കറണ്ട് ഒഴുകുകയും അവിടെ നമ്മുടെ ബൾബ് ആണെങ്കിൽ ബൾബ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഓൺ ആകുന്നത് നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോഴാണ്. അതേപോലെ നമ്മളുടെ സർക്യൂട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സർക്യൂട്ടിലെ കറണ്ട് ഒഴുകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്വിച്ച് ആണ് കീ. അപ്പം ലാബിൽ നമ്മൾ ഫിസിക്സ് ലാബിൽ നമ്മൾ ഇത്തരം കീസ് ആണ് ഉപയോഗിക്കുന്നത്, സാധാരണ സ്വിച്ചുകളല്ല, കീ ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇവിടെ ഇതാണ് അതിൻ്റെ ടെർമിനൽ. ഈ ടെർമിനലാണ് നമ്മൾ കോപ്പർ വയർ കണക്ട് ചെയ്തിട്ട് അത് ഗാൽവനോമീറ്ററിലോട്ടോ മറ്റേതെങ്കിലോട്ടോ കണക്ട് ചെയ്തത്. ഈ ടെർമിനലിൽ നിന്നും മറ്റേതെങ്കിലോട്ടെങ്കിലും കണക്ട് ചെയ്യാം. അപ്പം ഇത് ക്ലോസ്ഡ് ആണ്, ഇത് ക്ലോസ്ഡ് ആണ്, ഇത് ഓപ്പൺ ആണ്, ഇത് ഓപ്പൺ ആണ് കേട്ടോ. കീ ഊരി വെച്ചേക്കുവാണ്, കീ ഊരി വെച്ചേക്കുക. അപ്പം കീ എടുത്ത് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിലൂടെ ഒഴുകി വരുന്ന കറണ്ട് ഇതിലൂടെ കയറി ഇറങ്ങി പുറത്തോട്ട് പോകും. അപ്പോൾ കറണ്ട് ഫ്ലോ ഉണ്ടാകും. ഇപ്പോൾ ഒരു സ്വിച്ച് ആണ് കീ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്റർ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള കേസാണ്. ഓക്കെ, അപ്പം എ സെൽ ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ എ ആൻഡ് സി യൂസിങ് എ കീ K1. K1 എന്ന് പറയുന്ന കീ ഉപയോഗിച്ച് ഒരു സെല്ല് കണക്ട് ചെയ്യുന്നു. And a galvanometer is connected between B and D using a key K2. Let G be the resistance of the galvanometer. Let G be the resistance of the galvanometer. അപ്പോൾ ഗാൽവനോമീറ്ററിനൊരു ചെറിയ റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസ് നമ്മൾ G ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. The distribution of current on different branches is indicated in the figure. എങ്ങനെയാണ് കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ കറണ്ടിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കാൻ വേണ്ടി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി വരച്ചിട്ടുണ്ട്, എങ്കിലും ഞാൻ പറയാം. സെല്ലിൻ്റെ പോസിറ്റീവ് ഇതാണ്. സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്നും കറണ്ട് ഒഴുകുകയാണ്. ദാറ്റ് കറണ്ട് I എന്ന് പറയുന്ന കറണ്ടാണ് സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്ന് ഒഴുകുന്നത്. അത് ആദ്യത്തെ ജംഗ്ഷനായ എയിൽ എത്തിച്ചേരുമ്പോൾ അത് ബ്രാഞ്ച് ആകുന്നുണ്ട് അല്ലേ, 2 ബ്രാഞ്ച് ആകുന്നുണ്ട്. അപ്പോൾ I എന്ന് പറയുന്ന കറണ്ട് 2 ബ്രാഞ്ചിലോട്ടും സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ട്. ഇങ്ങോട്ട് I1 എന്ന് പറയുന്ന കറണ്ട് ഒഴുകുന്നുണ്ട്, ഇങ്ങോട്ട് I2 എന്ന് പറയുന്ന കറണ്ട് ഒഴുകുന്നു. ഇനി I1ന്റെ ഫ്ലോ നോക്കാം. I1 പിയിലൂടെ കയറി ഇറങ്ങി ബിയിലെത്തി ചേരുമ്പോൾ വീണ്ടും അത് സ്പ്ലിറ്റ് ആവുന്നു. അത് I3 എന്ന് പറയുന്ന കറണ്ട് ഇങ്ങോട്ട് ഒഴുകുന്നുണ്ട്. IG ഗാൽവനോമീറ്ററിലൂടെ ഒഴുകുന്ന കറണ്ട് ആയതുകൊണ്ടാണ് ഞാൻ IG ആയിട്ട് എടുത്തത്. IG ഈ ബ്രാഞ്ചിലൂടെ ഒഴുകുന്നു, അത് ഗാൽവനോമീറ്ററിലൂടെ കയറി ഇറങ്ങി ഡിയിലെത്തിച്ചേർന്നു. അപ്പോൾ ഡിയിലെത്തിച്ചേരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഡിയിലേക്ക് ഓൾറെഡി I2 വരുന്നുണ്ട്. I2ഉം IG-യും കൂടെ സം ചെയ്ത് I4 ആകുന്നു. അപ്പോൾ I4 എന്ന് പറയുന്നത് I2 പ്ലസ് IG ആണ്. ഓക്കെ, അപ്പോൾ I4 ആയി മാറി. I4 സിയിലെത്തിച്ചേർന്നു. അപ്പോൾ I3യും സിയിലെത്തിച്ചേരും. അപ്പോൾ I4ഉം I3യും കൂടെ സിയിലെത്തിച്ചേർന്നു. അത് വീണ്ടും കമ്പൈൻ ചെയ്ത് I ആയിട്ട് അത് തിരിച്ച് നെഗറ്റീവ് ടെർമിൽ എത്തിച്ചേരും. അപ്പോഴാണ് സർക്യൂട്ട് കംപ്ലീറ്റ് ആകുന്നത്. ഓക്കെ, അപ്പം സർക്യൂട്ട് കംപ്ലീറ്റ് ആയപ്പോഴത്തേക്ക് കറണ്ട് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ എൻഡ് ചെയ്യുകയും ചെയ്യും. The distribution of current on different branches is indicated in the figure. The resistance P, Q and R are non-resistance. Pയും Qയും Rഉം നമുക്ക് അറിയാവുന്ന റെസിസ്റ്റൻസ് ആണ്. നമ്മൾ ഫിക്സ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് P, Q and R. And S is the unknown resistance. S ആണ് നമുക്ക് അറിയാൻ വയ്യാത്ത റെസിസ്റ്റൻസ്. S is the unknown resistance. അപ്പം ഇതിന്റെ അറേഞ്ച്മെന്റ് ഇത്രയും മാത്രമേ ഉള്ളൂ. ഒന്നുകൂടെ വായിക്കാം. A cell is connected between the terminal A and C through a key K1. A galvanometer is connected between terminal B and D through a key K2. Let G be the resistance of the galvanometer. The distribution of the current is shown in the figure, and the resistance P, Q and R are non-resistance, and S is the unknown resistance. അപ്പം ഈ വീസ്റ്റൺസ് ബ്രിഡ്ജ് ഉപയോഗിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? We have to identify the value of the unknown resistance by knowing the values of P, Q and R. അപ്പോൾ പിയും ക്യൂ ആറിൻ്റെയും വാല്യൂ നമുക്കറിയാം. അതിൻ്റെ വാല്യൂൻ്റെ ബേസിസിൽ നമുക്ക് S എന്ന് പറയുന്ന അൺനോൺ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം എന്താ ചെയ്യുന്നത്? ക്രിച്ചോസ് ലൂപ്പ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഏത് ലൂപ്പിലാണ് ക്രിച്ചോസ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നോക്കി. ABDA ഏതാണ് ലൂപ്പ്? A B
ഡി എ. ഈ ലൂപ്പിൽ ക്രിച്ചോസ് ലൂപ്പ് റൂൾ ഒന്ന് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? ഒന്ന് എഴുതിക്കുക നിങ്ങൾ ബുക്കിൽ. ആൻഡ് ഇത് പറയാമോ? ആൻഡ് ഇല്ല. രോഹിത്. ഓക്കെ. ആനുണ്ട്. ആൻ പറയൂ. Sir, minus PI1. Minus I1P. Okay, good. പിന്നെ minus I3Q. No, the loop is this. Oh, okay. ABDA. Okay. അപ്പം minus IG. Minus IG into G. Okay. പിന്നെ സർ ആ K2 എന്ന് പറയുന്ന K2 is the key. അതിന്റെ റെസിസ്റ്റൻസ് ഒന്നുമില്ല. അത് ജസ്റ്റ് ഒരു കണക്ഷൻ മാത്രമാണ്. ഓക്കെ. പിന്നെ പ്ലസ് yes I2R. that's good. Equal to 0. Okay, equal to 0. That is equation number 1. Next, consider the loop BCDB. BCDB. This loop. രോഹിത് ഒന്ന് പറയൂ. First I3Q, minus I3Q. Minus I3Q, yes, right. Minus I3Q. Q കഴിഞ്ഞ പിന്നെ അടുത്ത റെസിസ്റ്റൻസ് എസ് റെസിസ്റ്റൻസ് ആണ്. Minus I4S. I4S മൈനസ് ആണോ പ്ലസ് ആണോ? Plus. പ്ലസ് ആണ്. ലൂപ്പ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, കറന്റിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് ദാറ്റ് ഈസ് പ്ലസ്. ഓക്കെ, ഗുഡ്. Minus IGG. IGG അത് പ്ലസ് ആണോ മൈനസ് ആണോ? ലൂപ്പ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, IG-യുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. പ്ലസ്. ഓക്കെ, ഗുഡ്. ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് നമ്മൾ എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അഡ്ജസ്റ്റ് ദ വാല്യൂസ് ഓഫ് P, Q and R. P, Q and R are നോൺ റെസിസ്റ്റൻസ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അഡ്ജസ്റ്റിംഗ് ദ വാല്യൂസ് ഓഫ് P, Q and R സച്ച് ദാറ്റ് there is no current through the galvanometer. അതായത് Pയും Qവും Rഉം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ ബ്രാഞ്ചിലൂടെയുള്ള IG എന്ന് പറയുന്ന കറണ്ട് 0 ആക്കും അല്ലേ? IG എന്ന് പറയുന്ന കറണ്ട് 0 ആക്കും. അതായത് ഗാൽവനോമീറ്ററിൽ കൂടി കറണ്ട് ഒന്നും ഒഴുകുന്നില്ല എന്ന് ഉറപ്പുവരുത്തും. അപ്പോൾ ഗാൽവനോമീറ്ററിൽ കറണ്ട് ഇല്ല, IG എന്ന് പറയുന്ന കറണ്ട് 0 ആക്കും. അപ്പം Pയും Qവും Rഉം അഡ്ജസ്റ്റ് ചെയ്താണ് ഗാൽവനോമീറ്ററിൽ കൂടി കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യാതെ നമ്മൾ വിടുന്നത്. അപ്പോൾ
IG എന്ന് പറയുന്നത് 0 ആയി മാറി. ഈ കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? This condition is called the balancing of bridge. അല്ലെങ്കിൽ the bridge is said to be balanced in this case. The bridge is said to be balanced in this case. അപ്പോൾ വീസ്റ്റൺസ് ബ്രിഡ്ജ് ബാലൻസ് ചെയ്യുന്നത് അതാണ് IG 0 ആകുന്ന കേസിൽ. ഗാൽവനോമീറ്റർ കൂടി കറണ്ട് ഒന്നും ഒഴുകാത്ത കേസാണ് ബ്രിഡ്ജ് ബാലൻസ്ഡ് കണ്ടീഷൻ എന്ന് നമ്മൾ പറയാം. ഓക്കെ, അപ്പം ആ കേസിൽ IG 0 ആണെന്നുണ്ടെങ്കിൽ ഈ ബ്രാഞ്ചിലൂടെ കറണ്ട് ഒന്നും ഒഴുകുന്നില്ല എങ്കിൽ നമുക്ക് പറയാം I1 ബിയിൽ എത്തിച്ചേർന്നു. ആ സെയിം I1 ആണ് ഈ ബ്രാഞ്ചിലൂടെ ഒഴുകുന്നത്. അപ്പോൾ I1 ഈക്വൽ ടു I3 എന്ന് എഴുതാം. I1 ഈക്വൽ ടു I3 എന്ന് എഴുതാം. അതേപോലെ തന്നെ I2 എന്ന് പറയുന്നത് ഇവിടെ എത്തുന്നു. അത് IG 0 ആണ്, അതുകൊണ്ട് കമ്പൈൻ ചെയ്യാൻ ഒക്കുന്നില്ല. അതുകൊണ്ട് I2 തന്നെയാണ് ഈ ബ്രാഞ്ചിലൂടെയും ഒഴുകുന്നത്. അപ്പോൾ I2 എന്ന് പറയുന്നത് I4 ആയിട്ട് മാറും. അപ്പം I2ഉം I4ഉം സെയിം ആണ്, I1ഉം I3യും സെയിം ആണ്, സെയിം കറണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻസ് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? IG 0 ആയി പോകും. IG 0 ആയി പോകും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, I1 മൈനസ് I1P പ്ലസ് I2R ഈസ് ഈക്വൽ ടു 0. I1P ഈക്വൽ ടു I2R എന്ന് എഴുതാം. I1P ഈക്വൽ ടു I2R എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. കറണ്ടിനെ നമുക്ക് പിന്നീട് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ തൽക്കാലം ഇങ്ങനെ എഴുതുക, I1P ഈക്വൽ ടു I2R. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 2ൽ എന്ത് ചേഞ്ച് വരും? ഇക്വേഷൻ നമ്പർ 2ലും ഈ ടേം അങ്ങ് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. ബാക്കിയുള്ളത് നമുക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? മൈനസ് I2Q പ്ലസ് I2S ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അല്ല എങ്കിൽ നമുക്ക് എഴുതാം I1Q ഈസ് ഈക്വൽ ടു I2S എന്ന് എഴുതാം. I1Q ഈക്വൽ ടു I2S എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 3യും ഇക്വേഷൻ നമ്പർ 4ഉം കൂടെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ I1P ഡിവൈഡ് ബൈ I2Q ഈസ് ഈക്വൽ ടു I2R ഡിവൈഡ് ബൈ I2S എന്ന് എഴുതാം. അപ്പോൾ I1ഉം I1ഉം ക്യാൻസൽ ഔട്ട് ചെയ്തു, I2ഉം ക്യാൻസൽ ഔട്ട് ചെയ്തു. അപ്പോൾ ഇക്വേഷൻ എഴുതാം, P by Q ഈക്വൽ ടു R by S എഴുതാം. P by Q ഈക്വൽ ടു R by S. That is equation number 5 and this is the principle of distance switch. അപ്പോൾ ബാലൻസ്ഡ് കണ്ടീഷൻ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെങ്കിൽ P by Q is equal to R by S. P by Q is equal to R by S ആവും. ഓക്കെ, ഇതാണ് വീസ്റ്റൺസ് ബ്രിഡ്ജിന്റെ പ്രിൻസിപ്പിൾ. നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ് S എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അൺനോൺ റെസിസ്റ്റൻസ് S നോൺ വാല്യൂസ് R, P, Q, R നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് Pയും Qയും Rന്റെയും ബേസിസ് നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ് ആയ S കാൽക്കുലേറ്റ് ചെയ്യാം. S ഈസ് ഈക്വൽ ടു RQ ഡിവൈഡ് ബൈ P. RQ ഡിവൈഡ് ബൈ P എന്ന് എഴുതാം. ഒരു കാര്യം എന്ന് അറിഞ്ഞിരിക്കുക, വീസ്റ്റൺസ് ബ്രിഡ്ജ് ഈസ് മോസ്റ്റ് സെൻസിറ്റീവ് വെൻ P ഈക്വൽ ടു Q ഈക്വൽ ടു R ഈക്വൽ ടു S. P ഈക്വൽ ടു Q ഈക്വൽ ടു R ഈക്വൽ ടു S എന്ന കേസിലാണ് നമ്മൾ വീസ്റ്റൺസ് ബ്രിഡ്ജ് ഏറ്റവും മോസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി
1 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലേ, അപ്പം ചോദിക്കുവാണെങ്കിൽ അറിയാൻ വേണ്ടി കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീസ്റ്റൺസ് ബ്രിഡ്ജ്. ഇതൊരു ന്യൂമറിക്കലാണ്, നമ്മുടെ ടെക്സ്റ്റിൽ സോൾവ് ചെയ്ത ഒരു ന്യൂമറിക്കലാണ്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. The four arms of a Wheatstone bridge have the following resistance: AB equal to 100 ohm, BC is equal to 10 ohm, CD equal to 5 ohm, DA equal to 16 ohm. ഇപ്പോൾ വീസ്റ്റൺസ് ബ്രിഡ്ജിൽ 4 റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് നൽകിയിട്ടുണ്ട്. A galvanometer of 15 ohm resistance, galvanometer resistance 15 ohm is connected across BD. Calculate the currents through the galvanometer. We have to find out the currents through the galvanometer when a potential difference of 10 volt is maintained across A and C. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സെൽ 10 വോൾട്ടിന്റെ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഐ ജിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. കറണ്ടിന്റെ ഡയറക്ഷൻ ഒക്കെ ഓൾറെഡി ഇതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കറണ്ട് I1, സോറി ആദ്യം I തുടങ്ങാം അല്ലേ. പോസിറ്റീവ് ടെർമിൽ നിന്നും I ഒഴുകുന്നു, I എന്ന് പറയുന്ന കറണ്ട് ഒഴുകുന്നു. അത് A എന്ന് പറയുന്ന പോയിന്റിലെത്തിയിട്ട് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. I1 ഇങ്ങോട്ട് ഒഴുകുന്നു, I2 ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു. ബിയിലെത്തി കഴിയുമ്പോൾ അത് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. ഒരു പാർട്ട് IG ആയിട്ട് ഈ ബ്രാഞ്ചിലൂടെ പോകുന്നു. ബാക്കിയുള്ളത് I3 ആയിട്ട് എടുത്തിട്ടില്ല. ഇവിടെ I1 മൈനസ് IG ആയിട്ടാണ് ഇവർ പറയുന്നത്. I1 മൈനസ് IG ആയിട്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു. I2 ഡിയിലെത്തിച്ചേരുന്നു. ആ ഡിയിലെത്തിച്ചേരുമ്പോൾ I2ഉം IG കൂടെ സം ആയിട്ട് I2 പ്ലസ് G ആണ് 5 ഓം റെസിസ്റ്റൻസിലൂടെ പാസ് ചെയ്യുന്നത്. അത് സിയിലെത്തിച്ചേരുന്നു. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്നു. I ആയിട്ട് മാറി അത് നെഗറ്റീവ് ടെർമിനലിൽ എത്തിച്ചേരുന്നു. അപ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഓക്കെ, നമുക്ക് ഇവിടെ കിർച്ചോസ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്ത് വേണം നമുക്ക് ഐ ജിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് എടുക്കാൻ പോകുന്നത്? ആദ്യം നമുക്ക് BADB എന്ന് പറയുന്ന ലൂപ്പ് എടുക്കുകയാണ്. BADB ഈ ലൂപ്പാണ് എടുക്കുന്നത്. BADB എന്ന് പറയുന്ന ലൂപ്പ്. അവിടെ കിർച്ചോസ് ലൂപ്പ് റൂൾ ഒന്ന് അപ്ലൈ ചെയ്തേ. ആർക്ക് പറയാം? ഋഷി. BAD ഇതാണ് ലൂപ്പ്. Negative I1 into 100. I1 into 100 അല്ലെങ്കിൽ 100 I1. ഓക്കെ, 100 I1 അത് മൈനസ് ആണോ പ്ലസ് ആണോ? Minus. ലൂപ്പിന്റെ ഡയറക്ഷൻ ഏതാ? ലൂപ്പിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. BA ഇങ്ങോട്ടല്ലേ ലൂപ്പിന്റെ ഡയറക്ഷൻ. കറണ്ടിന്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്. ലൂപ്പിന്റെ അതേ ഡയറക്ഷൻ ആണോ അതോ ഓപ്പോസിറ്റ് ആണോ? Same direction. I1 opposite direction. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പോൾ പ്ലസ് ആണോ മൈനസ് ആണോ? Positive.
പോസിറ്റീവ്. അപ്പോൾ ദിസ് ഈസ് പോസിറ്റീവ്. ഓക്കെ. നെക്സ്റ്റ് അടുത്തത് 60 I2. 60 I2. ഓക്കെ. അത് പ്ലസ് ആണോ മൈനസ് ആണോ? ലൂപ്പിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് അല്ലേ? ലൂപ്പിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. നെഗറ്റീവ്. ഓക്കെ, ഗുഡ്. ഓക്കെ. പിന്നെ IG, ഇത് IG ആണ്. അതിന്റെ റെസിസ്റ്റൻസ് 15 ഓം ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? 15 IG. Okay, that is positive or negative? Positive. That is equal to 0. Good. അപ്പോൾ നമ്മൾ എഴുതിയ ഇക്വേഷൻ, ആ ഇക്വേഷനിലെ ഒരു 5 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാമല്ലോ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടും? ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അടുത്തത് BCDB എന്ന് പറയുന്ന ലൂപ്പ് എടുക്കണം. ഇത് ടെക്സ്റ്റിൽ സോൾവ് ചെയ്തതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ പറയാണ് കേട്ടോ, വേറെ ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. BCDB ലൂപ്പ് ഇങ്ങനെയാണ്. BCDB ഇങ്ങനെയാണ് ലൂപ്പ്. ഓക്കെ, നിയ പറയൂ. പ്ലസ് I1 minus IG. 10 I1 minus IG. 10 into I1 minus IG. That is plus. Okay, good. Then minus 5 I2 plus IG. Wait. Sir, അതെങ്ങനെ പ്ലസ് ആയി? പ്ലസ് അല്ലല്ലോ, പ്ലസ് അല്ല. ഞാനും അതാണ് ആലോചിച്ചത്, പ്ലസ് അല്ലല്ലോ എന്ന്. ദാറ്റ് ഈസ് മൈനസ് അല്ലേ ഇത്? Yes, sir, by mistake. That is minus 10 I minus IG. ഇത് മൈനസ് ആണ്. ഇത് സെയിം ഡയറക്ഷൻ ആണല്ലോ. അപ്പം -10. ഓക്കെ, -10 I1 minus IG. ഓക്കെ, അടുത്തത് എന്തോ? Then plus 5 I2 plus IG. Plus 5 I2 plus IG. Okay. Then plus 15 IG. Plus 15 IG equal to 0. Okay, correct. ശരി. ഓക്കെ, നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷനിൽ ഒരു മൈനസ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് ഇത് കിട്ടുന്നത്. ടെക്സ്റ്റിൽ ഈ സ്റ്റെപ്പാണ് കൊടുത്തേക്കുന്നത്. അപ്പം അത് നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷനിൽ ഒരു മൈനസ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഈ ഇക്വേഷൻ കിട്ടും. ഈ സി എന്ന് പറയുന്ന പോയിന്റ് നെഗറ്റീവ് ടെർമിനൽ ആയിട്ടല്ലേ കണക്റ്റഡ് ആയിരിക്കുന്നത്? സി എന്ന് പറയുന്ന പോയിന്റ് നെഗറ്റീവ് ടെർമിനലിലോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അതെ. സോ അപ്പോൾ ഈ അവിടുത്തെ രണ്ട് റെസിസ്റ്റേഴ്സിലും നെഗറ്റീവ് അല്ലേ വരുന്നത്?
ആ സിയിൽ നിന്ന് കണക്ട് ആകുന്ന രണ്ട് റെസിസ്റ്റേഴ്സിൽ നെഗറ്റീവ് അല്ലായിരിക്കും വരുന്നത്. നമ്മൾ ക്രിച്ചോസ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുന്നതാണോ? ആ യെസ് സർ. ക്രിച്ചോസ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ബാറ്ററിയുടെ പോസിറ്റീവിലായിട്ടാണോ നെഗറ്റീവിലായിട്ടാണോ കണക്ട് ചെയ്തേക്കുന്നതിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട യാതൊരുവിധ കാര്യമില്ല. നമ്മൾ ലൂപ്പ് എടുക്കുമ്പോൾ ലൂപ്പിൻ്റെ അകത്ത് റെസിസ്റ്റൻസ് ആണ് വരുന്നതെങ്കിൽ റെസിസ്റ്റൻസിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ ഡയറക്ഷനും ലൂപ്പിന്റെ ഡയറക്ഷനും മാത്രം നോക്കിയാൽ മതി. അത് എങ്ങോട്ടാണ് കണക്ട് ചെയ്തതിനെ കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഇനി ലൂപ്പിൽ സെല്ലാണ് വരുന്നതെങ്കിൽ ലൂപ്പിന്റെ സെല്ലിന്റെ ഏത് ടെർമിനലിൽ നിന്നാണ് ലൂപ്പ് ലീവ് ചെയ്യുന്നത് നോക്കുക, അതിന്റെ പോളാരിറ്റി എഴുതുക. പോസിറ്റീവ് ടെർമിനൽ നിന്നാണ് ലീവ് ചെയ്യുമെങ്കിൽ പോസിറ്റീവ് ക്വാണ്ടിറ്റി, നെഗറ്റീവ് ടെർമിനൽ നിന്നാണെങ്കിൽ നെഗറ്റീവ് ക്വാണ്ടിറ്റി. ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ബോധർ ചെയ്യേണ്ട. അപ്പോൾ അതാണ് ക്രിച്ചോസ് റൂളിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട്സ് നമുക്ക് വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ കഴിയുന്നതാണ് ക്രിച്ചോസിന്റെ ഈ റൂൾസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളതിനെ കുറിച്ചൊന്നും കൺഫ്യൂഷൻ ആകണ്ട. നമ്മൾ സെല്ലിന്റെ പോസിറ്റീവിലോട്ടാണോ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്, നെഗറ്റീവിലോട്ടാണോ കണക്ട് ചെയ്തിരിക്കുന്നത്, അങ്ങനെ ഉള്ളതൊന്നും നോക്കണ്ട. അതൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ്. ഈ ലൂപ്പിന്റെ ആ സൈൻ കൺവെൻഷൻ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അത് ഇനിയും ഓക്കെ. ഇനി ഒരു ഇക്വേഷൻ കൂടെ വേണം നമുക്ക്. അതിനുവേണ്ടി ഏത് മെഷാണ്, ഏത് ലൂപ്പാണ് കൺസിഡർ ചെയ്യുന്നത്? ലൂപ്പ് എ ഡി സി ഈ ലൂപ്പാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, എയിൽ സ്റ്റാർട്ട് ചെയ്യും. അത് ആര് പറയും? ഷോൺ. എ ഡി സി എ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. minus 60 I2 minus 60 I2 minus 60 I2. okay, minus 5 into IG plus I2 plus IG. okay, minus 5 into I2 plus IG, right? Plus 10. 10 volts പോസിറ്റീവ് ടെർമിനലാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്യുക. അതിനെ സിംപ്ലിഫൈ ചെയ്ത് ഇക്വേഷൻ നമ്പർ 3 എഴുതുക. ഇക്വേഷൻ നമ്പർ 3. ഇപ്പോൾ 3 ഇക്വേഷൻസ് ആയിട്ടുണ്ട് നമുക്ക്. 3 ഇക്വേഷൻസ്. ഇനിയും അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പുതിയ ഇക്വേഷൻസ് എഴുതുന്നില്ല. ഈ 3 ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് IG കണ്ടുപിടിക്കാൻ പോവുകയാണ്. നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇക്വേഷൻ നമ്പർ 2നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇക്വേഷൻ നമ്പർ 2നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ നമ്പർ 4 കിട്ടും. ഓക്കെ, ഇനി
equation number 1 minus equation number 4. Equation number 1 minus equation number 4. Equation number 1 minus equation number 4 എടുക്കുക. Equation number 1 minus equation number 4 നമുക്ക് I2 ന്റെ വാല്യൂ നമുക്ക് കിട്ടും. I2 ന്റെ വാല്യൂ എന്ന് പറയുന്നത് 31.5 Ig എന്ന് കിട്ടും. ഈ I2 ന്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈ I2 ന്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ Ig യുടെ വാല്യൂ കിട്ടും. Okay. Okay. Next നമുക്ക് പഠിക്കാനുള്ളത് മീറ്റർ ബ്രിഡ്ജ്. സ്ലൈഡ് വേവ് ബ്രിഡ്ജ് എന്ന് പറയാം. മീറ്റർ ബ്രിഡ്ജ് നിങ്ങളുടെ പ്രാക്ടിക്കലിൽ ചെയ്യുന്നതാണ്, പ്രാക്ടിക്കലിലുള്ളതാണ്. ലാബിൽ നിങ്ങൾക്ക് ആ മീറ്റർ ബ്രിഡ്ജ് കാണാം. മീറ്റർ ബ്രിഡ്ജിൽ നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് നടത്താം. അപ്പോൾ മീറ്റർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റർ ബ്രിഡ്ജ് ഈസ് എ സിമ്പിൾ ഫോം ഓഫ് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ്. വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിന്റെ ഒരു സിമ്പിൾ ഫോം ആണ് മീറ്റർ ബ്രിഡ്ജ്. It is used to measure an unknown resistance or to compare to unknown resistance. It is used to measure an unknown resistance or it is used to compare to unknown resistance. അപ്പോൾ ഇത് മീറ്റർ ബ്രിഡ്ജിന്റെ ഒരു പിക്ചർ ആണ്, എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആണ് കാണിച്ചിരിക്കുന്നത്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ മീറ്റർ ബ്രിഡ്ജ് ഈസ് എ സിമ്പിൾ ഫോം ഓഫ് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ്. എന്താണ് മീറ്റർ ബ്രിഡ്ജിലുള്ളത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ യൂണിഫോം റെസിസ്റ്റൻസ് വയർ ഓഫ് ലെങ്ത് 1 മീറ്റർ. ഇപ്പോൾ 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു വയർ യൂണിഫോം റെസിസ്റ്റൻസ് ആണ്. അതായത് യൂണിഫോം റെസിസ്റ്റൻസ് ഒരേ വലിപ്പത്തിലുള്ള ഒരു 1 മീറ്റർ നീളത്തിലുള്ള ഒരു വയർ. അപ്പം അതാണ് ഇത്. എയും ബിയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഇതാണ് 1 മീറ്റർ വയർ. It consists of a uniform resistance wire of length 1 meter stretched between two L-shaped copper strips. It is fixed between two L-shaped copper strips. ഇതാണ് L-shaped copper strip. ഇതാണ്ടേ L-shape. ഇത് L-shaped copper strip ഒരെണ്ണം, ഇത് മറ്റൊരു L-shaped copper strip. ഈ രണ്ട് കോപ്പർ സ്ട്രിപ്പിന്റെ ഇടയിലാണ് നമ്മൾ 1 meter uniform resistance wire fix ചെയ്ത് വെച്ചിരിക്കുന്നത്. Between these strips, another strip is introduced such that two gaps G1 and G2 are formed as shown in the figure. From between these two L-shaped strips, another strip. This is another strip. This another strip is fixed so that we will get two gaps. This is first gap G1 and this is second gap G2. അപ്പോൾ മീറ്റർ ബ്രിഡ്ജിൽ എന്തൊക്കെയുണ്ട്? മീറ്റർ ബ്രിഡ്ജിൽ ഒരു യൂണിഫോം റെസിസ്റ്റൻസ് വയർ ഉണ്ട്. അതിന്റെ ലെങ്ത് എത്രയാണ്? 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു വയർ. അത് എവിടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്? ബിറ്റ്വീൻ ടു എൽ ഷേപ്ഡ് സ്ട്രിപ്സ്. ഓക്കെ, ഇനിയും ബിറ്റ്വീൻ ദി സ്ട്രിപ്സ് അനദർ സ്ട്രിപ്പ് ഈസ് ഫിക്സ്ഡ്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? 2 ഗ്യാപ്പുകൾ കിട്ടി. G1 എന്ന് പറയുന്ന ഗ്യാപ്പും G2 എന്ന് പറയുന്ന 2 ഗ്യാപ്പുകളും നമുക്ക് കിട്ടി. ഇതാണ് മീറ്റർ ബ്രിഡ്ജ്. മീറ്റർ ബ്രിഡ്ജിന്റെ ഒറിജിനൽ ഫോട്ടോ ആണ് ഇത്. നോക്കിക്കേ,
നമ്മളിപ്പോൾ തിയറി പഠിച്ചത് ഇതാണ് പഠിച്ചത്. അതിൻ്റെ ഒറിജിനൽ പിക്ചർ ഇതാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു എൽ ഷേപ്ഡ് സ്ട്രിപ്പ് ഉണ്ട്. എൽ ഷേപ്പ് സ്ട്രിപ്പ് എന്ന് പറയുന്ന ഒരു മെറ്റൽ വെച്ച് ഉണ്ടാക്കിയ ഒരു പോർഷൻ, അത്രേ ഉള്ളൂ. ഇവിടെയും മറ്റൊരു എൽ ഷേപ്പ് സ്ട്രിപ്പ് ഉണ്ട്. അതിൻ്റെ ഈ എൻഡിലും വെച്ച് നമ്മൾ ഇവിടെ ഒരു യൂണിഫോം റെസിസ്റ്റൻസ് വയറുണ്ട്. അത് നമ്മൾ കണക്ട് ചെയ്ത ഒരു റെസിസ്റ്റൻസ് വയറുണ്ട്. അപ്പോൾ ഈ പിക്ചറിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. ഒരു സ്കെയിൽ നിങ്ങൾക്ക് കാണാം അല്ലേ? ഒരു സ്കെയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു മീറ്റർ സ്കെയിൽ അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ മീറ്റർ സ്കെയിലിൻ്റെ മുകളിലൂടെ ഒരു യൂണിഫോം റെസിസ്റ്റൻസ് വയർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ രണ്ട് ടെർമിനലിൻ്റെ ഇടയിൽ. പിന്നെ ഈ എൽ ഷേപ്ഡ് സ്ട്രിപ്പിന്റെ ഇടയിൽ മറ്റൊരു സ്ട്രിപ്പ് നമ്മൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് രണ്ട് ഗ്യാപ്പുകൾ കിട്ടുന്നു. ഇത് G1 എന്ന് പറയുന്ന ഗ്യാപ്പ്, ഇത് G2 എന്ന് പറയുന്ന മറ്റൊരു ഗ്യാപ്പ്. ഓക്കെ, ഇനി the copper strips are provided with terminals. നമ്മൾ വയർ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ടെർമിനൽസ് യൂസ് ചെയ്യുന്നത്. A meter scale is fixed on the wooden board parallel to the length of the wire. അപ്പോൾ നമ്മൾ ഈ പിക്ചറിൽ കണ്ടു എ മീറ്റർ സ്കെയിൽ. ഇവിടെ ഒരു മീറ്റർ സ്കെയിൽ ഫിക്സ് ചെയ്തേക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. മീറ്റർ സ്കെയിൽ, ഇവിടെ ഒരു മീറ്റർ സ്കെയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ മുകളിൽ കൂടാണ് ആ വയർ, 1 മീറ്റർ വയർ അതിൻ്റെ മുകളിലാണ് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി എന്താ ചെയ്യുന്നത്? The unknown resistance X is connected in the left gap G1 and the resistance box is connected in the right gap G2. അപ്പം unknown resistance X നമ്മൾ ഏത് ഗ്യാപ്പിൽ കണക്ട് ചെയ്തു? ഫസ്റ്റ് ഗ്യാപ്പ് ലെഫ്റ്റ് ഗ്യാപ്പ് G1 എന്ന് പറയുന്ന ലെഫ്റ്റ് ഗ്യാപ്പിൽ കണക്ട് ചെയ്തു. ഇനി ഒരു റെസിസ്റ്റൻസ് ബോക്സ് നിങ്ങൾക്ക് അറിയാമല്ലോ. റെസിസ്റ്റൻസ് ബോക്സ് ഞാൻ നേരത്തെ ഒരു പിക്ചറിൻ്റെ സ്ലൈഡിൻ്റെ അത് കാണിച്ചായിരുന്നു. റെസിസ്റ്റൻസ് ബോക്സ് ഇതാണ്. റെസിസ്റ്റൻസ് ബോക്സ്. അപ്പം ഇവിടെ വാല്യൂ എഴുതിയിട്ടുണ്ട്. ഇതുണ്ട്, ഇത് 500 ഓം, ഇത് 200 ഓം, ഇത് 200 ഓം, ഇത് 100 ഓം, ഇത് 50 ഓം, 20 ഓം. ഇനി ആ മറു സൈഡിലും ഉണ്ട് 10 ഓം, 5 ഓം, 2 ഓം, 1 ഓം എന്നൊക്കെ പറഞ്ഞ് മറു സൈഡിലും ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര ഓം റെസിസ്റ്റൻസ് ആണ് വേണ്ടത് എന്ന് വെച്ചാൽ, നമുക്കിപ്പം ഒരു 500 ഓം റെസിസ്റ്റൻസ് ആണ് നമുക്ക് ഈ സർക്യൂട്ടിൽ വേണ്ടതെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഈ 500 അങ്ങ് ഊരിയാൽ മതി. ഈ കീ അങ്ങ് മാറ്റിയാൽ മതി. ആ കീ അങ്ങ് ഊരി മാറ്റി കഴിഞ്ഞാൽ ആ സർക്യൂട്ടിൽ 500 ഓം റെസിസ്റ്റൻസ് ഇൻക്ലൂഡ് ആവും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു റെസിസ്റ്റൻസ് ബോക്സ് ആണ് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള റെസിസ്റ്റൻസ് ഈ സർക്യൂട്ടിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ the unknown resistance X is connected in the left gap G1 and the resistance box is connected in the right gap G2. A battery is connected between A and B through a key K1. This is A and this is B. Between A and B, a cell of EMF E is connected through a key K. A galvanometer is connected between C and a jockey which can slide along the bridge wire. അപ്പം പിന്നെ എന്താ ചെയ്യുന്നത്? ഒരു ഗാൽവനോമീറ്ററും ഒരു ജോക്കിയും. ഗാൽവനോമീറ്റർ അവിടെ കണക്ട് ചെയ്ത് നോക്കിക്കേ, ഈ സി എന്ന് പറയുന്ന ടെർമിനലിൽ നിന്നും നമ്മൾ ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഗാൽവനോമീറ്റർ. അപ്പോൾ ഗാൽവനോമീറ്റർ കറണ്ടിന്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ സർക്യൂട്ടിലൂടെ കറണ്ട് ഒഴുകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാം. അപ്പം ആ ഗാൽവനോമീറ്റർ അവിടെ കണക്ട് ചെയ്തിരുന്നു. ഗാൽവനോമീറ്റർ മറ്റേ ടെർമിനൽ എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഒരു ജോക്കിയിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് ജോക്കി? ജോക്കി എന്ന് പറയുന്നത് ഇതാണ്. ഈ ഡിവൈസിനെയാണ് നമ്മൾ ജോക്കി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കണ്ടോ? ഈ പിക്ചറിൽ നിങ്ങൾ നോക്കിക്കേ, ഈ പിക്ചറിൽ ആ സ്കെയിലിന്റെ മുകളിൽ നമ്മൾ വയർ വെച്ചിട്ടുണ്ട്. ഇതാണ് വയർ. ഈ വയറിലൂടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്യിക്കാം, ഇങ്ങനെ മൂവ് ചെയ്യിക്കാം. ഓക്കെ, വയറിലൂടെ ഇങ്ങനെ നമ്മൾ മൂവ് ചെയ്യിക്കും. ഈ സർക്യൂട്ടിന്റെ അറേഞ്ച്മെന്റ് നമ്മൾ നോക്കിക്കേ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ലാബിൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മളുടെ മീറ്റർ ബ്രിഡ്ജ് നിങ്ങൾക്ക് തരും. മീറ്റർ ബ്രിഡ്ജിലെ കണക്ഷൻ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സർക്യൂട്ടാണ്, നിങ്ങൾക്ക് ഒരു പിക്ചറാണ് നിങ്ങൾക്ക് കാണാവുന്നത്. ഇവിടെ ഈ ഗ്യാപ്പിൽ നമ്മളൊരു അൺനോൺ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യും.
ഈ ഗ്യാപ്പിൽ നമ്മൾ റെസിസ്റ്റൻസ് ബോക്സ് ഇവിടെ കണക്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ സെൻട്രൽ പോയിന്റിൽ നിന്നും ഗാൽവനോമീറ്ററിലോട്ട് കണക്ഷൻ വരുന്നുണ്ട്, ഗാൽവനോമീറ്ററിൽ നിന്നും ജോക്കിയിലേക്ക് കണക്ട് ആവുന്നുണ്ട്. പിന്നെ ഈ ടെർമിനലിൽ നിന്നും നമ്മളൊരു കീ വഴി ഒരു സെല്ലിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ സെല്ലിന് പകരം എലിമിനേറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് സെല്ലിന് പകരമുള്ള ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ്, ബാറ്ററിക്ക് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജോക്കി എന്ന് പറയുന്ന ഇതാണ്. ഈ ജോക്കി നമ്മൾ ഈ വയറിലൂടെ സ്ലൈഡ് ചെയ്യിച്ച് അവിടെ ഒരു നൾ പോയിന്റ് ഐഡന്റിഫൈ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ പിക്ചർ ഇതാണ് നമ്മുടെ തിയററ്റിക്കൽ പിക്ചർ. അത് നമ്മൾ ലാബിൽ നിങ്ങൾ ചെയ്യുന്നത് ഇതേ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് the unknown resistance X is connected in the left gap G1 and the resistance box is connected in the right gap. A battery is connected between B and A through a key K. A galvanometer is connected between C and a jockey which can slide along the meter bridge wire. അപ്പം ഗാൽവനോമീറ്റർ സിയിൽ നിന്നും ഗാൽവനോമീറ്ററിലോട്ട് ഒരു കണക്ഷൻ പോകുന്നുണ്ട്, ഗാൽവനോമീറ്ററിൽ നിന്നും ജോക്കിയിലോട്ട് കണക്ഷൻ പോകുന്നുണ്ട്. ജോക്കി നമുക്ക് ഈ വയറിലൂടെ നമുക്ക് സ്ലൈഡ് ചെയ്യിക്കാൻ ഒക്കും. ഇനി നമ്മൾ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. The circuit is closed and a suitable resistance R is taken in the resistance box. അപ്പം ഈ കീ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഈ സെല്ലിൽ നിന്നും ഇലക്ട്രിക് കറണ്ട് ഒഴുകാൻ തുടങ്ങും. അതേപോലെ ഈ റെസിസ്റ്റൻസ് ബോക്സിൽ നിന്നും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് 10 ഓമോ 20 ഓമോ 100 ഓമോ എത്ര ഓമോ ആണെന്ന് വെച്ചാൽ അത്രയും റെസിസ്റ്റൻസ് നമ്മൾ എടുക്കുന്നു. അപ്പം ആ റെസിസ്റ്റൻസ് ഈ സർക്യൂട്ട് ഇൻക്ലൂഡ് ആയി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? The position of the jockey is adjusted so that the galvanometer deflection is 0. അതായത് നമ്മൾ ഈ ജോക്കി ഇങ്ങനെ മൂവ് ചെയ്യിക്കും, ഈ വയറിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കും. ജോക്കി വയറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കുമ്പോൾ ഒരു പോയിന്റിലെത്തുമ്പോൾ നമ്മുടെ ഗാൽവനോമീറ്ററിലൂടെ ഉള്ള ഇലക്ട്രിക് കറണ്ട് 0 ആകും. അതായത് ഗാൽവനോമീറ്ററിൽ 0 ഡിഫ്ലക്ഷൻ കാണിക്കും. ഗാൽവനോമീറ്ററിൽ 0 കാണിക്കുക എന്ന് പറഞ്ഞ മീനിങ് എന്താ? ആ ലെഗിലൂടെ ഇലക്ട്രിക് കറണ്ട് ഒന്നും ഒഴുകുന്നില്ല. അതായത് IG എന്ന് പറയുന്നത് 0 ആയി എന്നുള്ളതാണ് അതിന്റെ മീനിങ്. IG 0 ആകുന്ന കണ്ടീഷനിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രിഡ്ജ് ബാലൻസ്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ആ കേസാണ്. ഓക്കെ, അപ്പോൾ വീസ്റ്റൺസ് ബ്രിഡ്ജ് ബാലൻസ് ചെയ്ത കണ്ടീഷനായി IG 0 ആകുമ്പോൾ. അപ്പം ആ IG 0 ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ജോക്കി ഉപയോഗിച്ച് ഈ വയറിലൂടെ അത് ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിലായിരിക്കും നമുക്ക് 0 ഡിഫ്ലക്ഷൻ കിട്ടുക. ആ പോയിന്റിൽ നമ്മളത് ഫിക്സ് ചെയ്യും, ആ ജോക്കി നമ്മൾ ഫിക്സ് ചെയ്യും. അപ്പം ഈ പിക്ചറിൽ നമുക്ക് ഈ പോയിന്റിലാണ് ജോക്കി ഫിക്സ് ആയിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്? If L is the balancing length measured from the left end A. അപ്പം നമ്മൾ ലെങ്ത് മെഷർ ചെയ്യും. എയിൽ നിന്നും ആ ജോക്കിയിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യും. അപ്പോൾ ഇതാണല്ലോ ബാലൻസിങ് ലെങ്ത്. അത് നമ്മൾ L ആയിട്ട് എടുക്കുകയാണ്. ദിസ് ഈസ് ദ ബാലൻസിങ് ലെങ്ത് L. അപ്പോൾ ലെങ്ത് മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അൺനോൺ റെസിസ്റ്റൻസ് ഏത് ഗ്യാപ്പിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ആ ഗ്യാപ്പിന്റെ എൻഡ് തൊട്ട് വേണം നമുക്ക് മെഷർ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഇവിടെ അൺനോൺ റെസിസ്റ്റൻസ് G1 എന്ന് പറയുന്ന ഗ്യാപ്പിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വേണം ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ, ലെങ്ത് L മെഷർ ചെയ്യാൻ. ഓക്കെ, അപ്പം എക്സ് ഇവിടെയാണ് ഗ്യാപ്പ് G2ലാണ് നിങ്ങൾ കണക്ട് ചെയ്തതെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കണം മെഷർ ചെയ്യേണ്ടത്. ഇപ്പം ഈ കേസിൽ നമ്മൾ എക്സ് ഈ ഗ്യാപ്പിൽ G1 എന്ന് പറയുന്ന ഗ്യാപ്പിലാണ് കണക്ട് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് എയിൽ നിന്നും ബാലൻസിങ് ലെങ്ത് J വരെ നമുക്ക് മെഷർ ചെയ്യാം, ദാറ്റ് ഈസ് L. അപ്പം if L is the balancing length measured from the left end A and R is the resistance per centimeter of the wire. അപ്പോൾ നമ്മളിവിടെ ഒരു വയർ ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ വയറിലൂടെയാണ് ജോക്കി ഇങ്ങനെ നമ്മൾ സ്ലൈഡ് ചെയ്യിക്കുന്നത്. ആ വയറിന്റെ റെസിസ്റ്റൻസ് പെർ സെന്റിമീറ്റർ, 1 സെന്റിമീറ്റർ നീളത്തിൽ എത്ര റെസിസ്റ്റൻസ് ഉണ്ട്, അതാണ് റെസിസ്റ്റൻസ് പെർ സെന്റിമീറ്റർ എന്ന് പറയുന്നത് സ്മോൾ ആർ ആയിട്ട് എടുക്കുകയാണ്. ആ വയറിന്റെ റെസിസ്റ്റൻസ് പെർ സെന്റിമീറ്റർ സ്മോൾ ആർ ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീസ്റ്റൺസ് ബ്രിഡ്ജിന്റെ തിയറി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. വീസ്റ്റൺസ് ബ്രിഡ്ജിൽ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ദിസ് എക്സ് എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ആർ എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഇവിടെയുള്ള റെസിസ്റ്റൻസ്, ഇവിടെ ഇത്രയുള്ള റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഇവിടെ ഇത്രയുള്ള റെസിസ്റ്റൻസ്. അപ്പം എക്സ് ബൈ ആർ എന്ന് പറയുന്ന എന്തിനീക്കലാണ്? എ തൊട്ട് ജെ വരെയുള്ള റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ജെ തൊട്ട് ബി വരെയുള്ള റെസിസ്റ്റൻസിന് ഈക്വൽ ആകും.
അപ്പോൾ അതിന്റെ റേഷ്യോ നമുക്ക് എടുക്കാമല്ലോ. റേഷ്യോ എങ്ങനെ എടുക്കാം? IR എടുത്തത് എന്തുകൊണ്ടാണ്? ഈ വയറിന്റെ 1 സെന്റിമീറ്റർ നീളത്തിലുള്ള റെസിസ്റ്റൻസ് ആണ് സ്മോൾ ആർ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലെങ്ത് എത്രയാണ്? ടോട്ടൽ ലെങ്ത് L ആണ്. അങ്ങനെയാണെങ്കിൽ A തൊട്ട് J വരെ ഉള്ള ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? A തൊട്ട് J വരെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? A തൊട്ട് J വരെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് L into R. അതെ. ഇനി J തൊട്ട് B വരെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? ടോട്ടൽ ലെങ്ത് എത്ര വരും? 100 മൈനസ് L എന്ന് എഴുതാം അല്ലേ? 100 മൈനസ് L ഇൻറ്റു സ്മോൾ ആർ. 100 മൈനസ് L ഇൻറ്റു സ്മോൾ ആർ എന്ന് എഴുതാം. അപ്പോൾ വീസ്റ്റൺസ് ബ്രിഡ്ജിന്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ റേഷ്യോ ആയിട്ട് ഇങ്ങനെ എഴുതാം. x/r ഈസ് ഈക്വൽ ടു LR ഡിവൈഡ് ബൈ 100 മൈനസ് L ഇൻറ്റു ആർ എന്ന് എഴുതാം. നമുക്ക് ഈ ആറും ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? x/r ഈസ് ഈക്വൽ ടു L ഡിവൈഡ് ബൈ 100 മൈനസ് L. അതിൽ നിന്നും നമുക്ക് അൺനോൺ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എഴുതാം. അൺനോൺ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? അൺനോൺ റെസിസ്റ്റൻസ് x ഈസ് ഈക്വൽ ടു R ഇൻറ്റു L ഡിവൈഡ് ബൈ 100 മൈനസ് L. അപ്പം ഇതാണ് മീറ്റർ ബ്രിഡ്ജ്. വീസ്റ്റൺസ് ബ്രിഡ്ജിന്റെ സിമ്പിൾ ആപ്ലിക്കേഷൻ ആണ് മീറ്റർ ബ്രിഡ്ജ്. അപ്പോൾ അൺനോൺ റെസിസ്റ്റൻസ് എക്സിന്റെ വാല്യൂ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി in order to minimize the error, the experiment is repeated by interchanging the position of x and r. അപ്പം നമുക്ക് നിങ്ങളുടെ ലാബിൽ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒറ്റ റീഡിംഗ് അല്ല നമ്മൾ എടുക്കുന്നത്, ഒന്നിലധികം റീഡിങ്സ് എടുക്കും. കാരണം എറേഴ്സ് കുറയ്ക്കാൻ വേണ്ടി ഒന്നിലധികം റീഡിങ്സ് എടുക്കാറുണ്ട്. ഇവിടെയും നമുക്ക് എക്സ്പെരിമെന്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യും. എങ്ങനെയാണ് എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നത്? എക്സും ആറും ഇന്റർചേഞ്ച് ചെയ്ത് ആദ്യം നമ്മൾ എക്സ് ഈ ഗ്യാപ്പിലാണ് കൊടുത്തത്. ആ എക്സിനെ നമുക്ക് ഇങ്ങോട്ട് മാറ്റും. ഇവിടെ എക്സ് കൊടുക്കും, ഇവിടെ ആർ ആയിട്ട് കൊടുക്കും. അങ്ങനെ ഇന്റർചേഞ്ച് ചെയ്ത് കൊടുത്ത് നമ്മൾ ബാലൻസിങ് ലെങ്ത് എടുക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എക്സ് ഈ ഗ്യാപ്പ് G2ലാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ L എന്ന് പറയുന്ന ലെങ്ത് എടുക്കേണ്ടത് ഇവിടെ നിന്നും ഇങ്ങോട്ടായിരിക്കണം ലെങ്ത് മെഷർ ചെയ്യേണ്ടത്. അത് മാത്രം ശ്രദ്ധിക്കാം. അപ്പോൾ in order to minimize the error, the experiment is repeated by interchanging the position of x and r. If L1 and L2 are the balancing length measured from the side of x, then L is equal to N1 plus L2 divided by 2 എന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്തത് എക്സ് G1 എന്ന് പറയുന്ന ഗ്യാപ്പ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. അപ്പോൾ കിട്ടിയ ബാലൻസിംഗ് ലെങ്ത് ഞാൻ L1 ആയിട്ട് എടുത്തു. അതിനുശേഷം എക്സ് G2 എന്ന് പറയുന്ന ഗ്യാപ്പിൽ വെച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയ ബാലൻസിംഗ് ലെങ്ത് L2 ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ബാലൻസിംഗ് ലെങ്തിന്റെ ആവറേജ് L എന്ന് പറയുന്നത് L1 plus L2 divided by 2 ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഓൾസോ ദ എക്സ്പെരിമെന്റ് ഈസ് റിപ്പീറ്റഡ് ബൈ ചേഞ്ചിങ് ദ വാല്യൂ ഓഫ് ആർ. അപ്പൊ ഇത് രണ്ടിൽ നിന്ന് 2 വാല്യൂ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇനി വീണ്ടും നമുക്ക് വാല്യൂസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റെസിസ്റ്റൻസ് ബോക്സിൽ നിന്നും മറ്റൊരു റെസിസ്റ്റൻസ് എടുക്കാം. ആദ്യം ഒരു 10 ഓം റെസിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് 20 ഓം റെസിസ്റ്റൻസ് എടുക്കാം, അല്ലെങ്കിൽ 30 ഓം റെസിസ്റ്റൻസ് എടുക്കാം. അങ്ങനെ എക്സ്പെരിമെന്റ് വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് എറേഴ്സ് ഒഴിവാക്കാം. നമുക്ക് നിങ്ങളുടെ എക്സ്പെരിമെന്റിന്റെ എയിം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വയർ തരും, അൺനോൺ റെസിസ്റ്റൻസ് ഉള്ള ഒരു വയർ തരും. ആ വയറിന്റെ റെസിസ്റ്റിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും നിങ്ങൾക്ക് ചെയ്യേണ്ടത്. അപ്പം റെസിസ്റ്റിവിറ്റി ആണ് അൾട്ടിമേറ്റ് ആയിട്ട് ഈ എക്സ്പെരിമെന്റിന്റെ എയിം എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് അല്ല, ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റെസിസ്റ്റിവിറ്റി നമുക്ക് ഇക്വേഷൻ നമുക്കറിയാം. റെസിസ്റ്റിവിറ്റി ഇക്വേഷൻ നമ്മൾ പഠിച്ചുകൊണ്ട് റോ ഈസ് ഈക്വൽ ടു RA/L ആണ്. അപ്പോൾ ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. ഇവിടുത്തെ വയറിന്റെ റെസിസ്റ്റൻസ് നമ്മൾ എക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എക്സ് ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ πr². നിങ്ങൾ വയറിന്റെ ഡയമീറ്റർ ഒരു സ്ക്രൂ ഗേജ് ഉപയോഗിച്ച് കണ്ടുപിടിക്കും. സ്ക്രൂ ഗേജ് ഉപയോഗിച്ച് വയറിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കും. ഡയമീറ്ററിന്റെ പകുതി നമുക്ക് റേഡിയസ് ആണ്. അപ്പോൾ ആ റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ πr² ഉപയോഗിച്ച് അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് കിട്ടി. അപ്പോൾ πr²x ഡിവൈഡ് ബൈ L. L എന്ന് പറയുന്നത് ക്യാപിറ്റൽ L എന്ന് പറയുന്ന ലെങ്ത് തെറ്റിപ്പോകും. ക്യാപിറ്റൽ L എന്ന് പറയുന്ന ലെങ്ത് നമുക്ക് തന്നിരിക്കുന്ന അൺനോൺ റെസിസ്റ്റൻസിന്റെ വയർ, അൺനോൺ റെസിസ്റ്റൻസ് ആയിട്ടൊരു വയറാണ്, ആ വയറിന്റെ നീളമാണ്. ഓക്കെ, അല്ലാതെ നമ്മളുടെ ഈ മീറ്റർ ബ്രിഡ്ജിന്റെ ലെങ്തുകളൊന്നും അതിൽ ഇൻക്ലൂഡഡ് അല്ല. മീറ്റർ ബ്രിഡ്ജിന്റെ ലെങ്ത് എല്ലാം സ്മോൾ L ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് ക്യാപിറ്റൽ L എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന അൺനോൺ റെസിസ്റ്റൻസ് വയറുണ്ട്, ആ വയറിന്റെ ലെങ്ത് ആണ് ക്യാപിറ്റൽ L. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക്
ആ വയറിൻ്റെ റെസിസ്റ്റിവിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് റെസിസ്റ്റിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു കാര്യം അറിഞ്ഞിരിക്കണം, ദ ബാലൻസ് പോയിന്റ് ഓർ നൾ പോയിന്റ് ഓഫ് എ മീറ്റർ ബ്രിഡ്ജ് ഡസ് നോട്ട് ചേഞ്ച് ഇഫ് വി ഇന്റർചേഞ്ച് ദ പൊസിഷൻ ഓഫ് ദി ഗാൽവനോമീറ്റർ ആൻഡ് ദി ബാറ്ററി. ചില എക്സാമിനേഷനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, ഈ ബാറ്ററിയുടെ പൊസിഷനും ഗാൽവനോമീറ്ററിന്റെ പൊസിഷനും ഇന്റർചേഞ്ച് ചെയ്താൽ നമുക്ക് ഇതിന്റെ ബാലൻസിങ് ലെങ്തിന് അല്ലെങ്കിൽ നൾ പോയിന്റിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമല്ലോ. അതായത് ഈ പിക്ചറിൽ ബാലൻസിങ് ലെങ്ത് ബാറ്ററി കണക്ട് ചെയ്തേക്കുന്നത് ഈ എയ്ക്കും ബിക്കും ഇടയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് സിക്കും ജെയ്ക്കും ഇടയിലാണ്. അപ്പം ഈ ഗാൽവനോമീറ്ററിന്റെ പൊസിഷനിൽ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തു, ഇവിടെ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തു, ഇവിടെ ഗാൽവനോമീറ്ററും കണക്ട് ചെയ്തു. അങ്ങനെ കണക്ട് ചെയ്താലും ഈ ബ്രിഡ്ജിന് ചേഞ്ച് ഒന്നും ഉണ്ടാവത്തില്ല. ഓക്കെ, ബ്രിഡ്ജിന് ചേഞ്ചസ് ഒന്നും ഉണ്ടാവത്തില്ല, നൾ പോയിന്റിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു പക്ഷേ ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ വേണ്ടി പറഞ്ഞു തന്നു. ഇനിയും നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്, why are the connections between the resistors in a meter bridge made of thick copper strip? Why are the connections between resistors in meter bridge made of thick copper strips? Thick copper strips കൊണ്ടാണ് കണക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്കി ഇവിടെ മീറ്റർ ബ്രിഡ്ജിൽ ഇവിടെയാണ് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത്, ഇവിടെയാണ് അൺനോൺ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള കണക്ഷൻസ് എല്ലാം തിക്ക് കോപ്പർ വയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് തിക്ക് കോപ്പർ വയർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. The resistivity of copper is several times less than resistivity of the experimental alloy wire. നമുക്ക് തന്നിരിക്കുന്ന അൺനോൺ റെസിസ്റ്റൻസ് ചിലപ്പോൾ നിക്രോം മെറ്റീരിയലിന്റെ വയർ ആയിരിക്കാം, അല്ലെങ്കിൽ മൻഗാനിൻ എന്ന് പറയുന്ന ഏതെങ്കിലും മെറ്റീരിയൽ, ഏതെങ്കിലും ഒരു അലോയി വയർ ആയിരിക്കും നമുക്ക് നൽകുക. അപ്പോൾ അലോയി വയറിന്റെ റെസിസ്റ്റിവിറ്റിയും കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റിയായിട്ട് കമ്പയർ ചെയ്താൽ കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റി വളരെ വളരെ കുറവാണ്. അപ്പോൾ the resistivity of copper is several times less than resistivity of the experimental alloy wire. As such, area of thick copper wire strips is more. കോപ്പർ വയർ സ്ട്രിപ്സിന്റെ ഏരിയ കൂടുകയാണ്. ഏരിയ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ഏരിയ കൂടുമ്പോഴത്തേക്ക് റെസിസ്റ്റൻസ് കുറയാണ് അവിടെ വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ കോപ്പറിന് ഓൾറെഡി റെസിസ്റ്റൻസ് കുറവാണ്, കൂടാതെ തിക്ക് വയേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, തിക്ക് കോപ്പർ സ്ട്രിപ്സ് ആണ് ഉപയോഗിക്കുന്നത്. തിക്ക് കോപ്പർ സ്ട്രിപ്സ് ഉപയോഗിക്കുമ്പോൾ വീണ്ടും റെസിസ്റ്റൻസ് കുറവായിരിക്കും കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പീരിമെന്റൽ അലോയ് വയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കോപ്പർ സ്ട്രിപ്സിന് റെസിസ്റ്റൻസ് വളരെ വളരെ നെഗ്ലിജിബിൾ ആണ്. ഓക്കെ, അതുകൊണ്ട് നമ്മളുടെ റിസൾട്ടിന് ആ റെസിസ്റ്റൻസ് ബാധിക്കത്തില്ല, അല്ലെങ്കിൽ അത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ടിൽ ആ കോപ്പർ വയറിന്റെ റെസിസ്റ്റൻസ് വരാതിരിക്കാൻ വേണ്ടി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തിക്ക് കോപ്പർ വയർ ആണ് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ, why is it generally preferred to obtain the balance point near the middle of the meter bridge experiment? നമ്മൾ ബാലൻസ് പോയിന്റ്, നൾ പോയിന്റ് കിട്ടുന്നത് എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഇതിന്റെ ഏകദേശം സെൻട്രൽ പോർഷൻ, അതായത് 50 സെന്റിമീറ്ററിന്റെ ഭാഗത്ത്, 40, 50, 60 ആ പോർഷൻസിൽ ഒരു ബാലൻസ് പോയിന്റ് കിട്ടാൻ വേണ്ടിയായിരിക്കും നമ്മൾ എപ്പോഴും താല്പര്യപ്പെടുന്നത്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. If any one resistance of the Wheaton's bridge is either very small or very large in respect to the other, then the balance point might be very close to the terminal A or terminal B. So generally balance point is taken in the middle of the bridge wire. അപ്പം നമ്മൾ എടുക്കുന്ന റെസിസ്റ്റൻസ് ബാക്കിയുള്ള റെസിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരെണ്ണം വളരെയധികം കൂടുതലോ അല്ലെങ്കിൽ വളരെയധികം കുറവാണെങ്കിൽ നമുക്ക് ബാലൻസ് പോയിന്റ് കിട്ടുന്നത് ആ ടെർമിനലിന്റെ എൻഡിലായിരിക്കും. ആ എ എന്ന് പറയുന്ന പോയിന്റ് അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും, ഏതെങ്കിലും ഒരു എൻഡിലായിരിക്കും നമുക്ക് നൾ പോയിന്റ് കിട്ടുക. അപ്പോൾ നമുക്ക് ആ ജോക്കി ഇങ്ങനെ മൂവ് ചെയ്യിച്ച് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു നൾ പോയിന്റ് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് നൾ പോയിന്റ് കിട്ടിയില്ല എന്ന് തന്നെ വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നൾ പോയിന്റ് ഒരു മിഡിൽ പോർഷനിൽ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ മീറ്റർ ബ്രിഡ്ജ്. ഇനി അടുത്തത് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടെ ഉള്ളൂ. അതോടെ ഈ ചാപ്റ്റർ നമുക്ക് തീരും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം.
ഓക്കെ, എന്നാൽ ശരി എന്നാൽ. ഓക്കെ, ബൈ. Thank you, sir. താങ്ക് യു സർ.